എടി നട്ടലില്ലാത്തവളെ, എടി നട്ടലുണ്ടോടി നിനക്ക്, എടി 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 എന്ന് വിളിച്ചുകൊണ്ട് ഇവളെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്നെ എടിന്ന് വിളിക്കരുത്, മസ്താനി എന്നെ രേണുന്ന് വിളിച്ചാൽ നീ ചേച്ചിന്ന് വിളിക്കണം, നീ മസ്താനീനെ ഞാൻ മസ്താനി എന്നാ വിളിക്കുന്നത്, നീ എന്നെ എടിന്ന് വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവളെ പേടിച്ചിട്ട് അവിടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയതല്ല, ഞാൻ സംസാരിച്ച് വഴക്ക് പിടിക്കുമ്പോൾ ഞാൻ നടന്നേ ഞാൻ പോത്തുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ അഭിലാഷുമായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ ഞാൻ നടന്നാണ് പോയത്, അല്ലാതെ ഞാൻ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് സ്വഭാവമില്ല. ചിലർ നിന്ന് പറയായിരിക്കും, ഞാൻ നടന്ന് വരും. പണ്ട് ഉള്ളവർ പറയുന്നത് ചിലർ നടന്ന് പഠിക്കും, ചിലർ നിന്ന് പഠിക്കും, ഇരുന്ന് പഠിക്കും, ഓരോ ഡിഫറെന്റ് ആണ്. അല്ലാതെ മസ്താനിയെ പേടിച്ചിട്ടല്ല ഞാൻ പോയത്, എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. പിന്നെ അധികം കയറി എനിക്ക് സംസാരിക്കാൻ വയ്യ. ഒന്നാമത്തെ കാര്യം ഞാൻ തൊണ്ട പൊട്ടി സംസാരിച്ച്. ഞാൻ ചോദിച്ചു, നീ എന്റെ കാര്യം പറയൂ, നിങ്ങൾ എന്റെ കാര്യം പറയൂ. മരിച്ചു പോയി ഇരുത്തിച്ചിട്ട് അവരുടെ ഒരു രീതി വെച്ചിട്ട് ഇരുത്തിച്ചിട്ട് പോലും ഇല്ലാത്ത അദ്ദേഹത്തിനെ പറ്റി എന്തിനാണ് ഇവിടെ? അദ്ദേഹം ഇവിടുത്തെ കണ്ടസ്റ്റന്റ് ആണോ? അല്ല. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറയാതെ എന്നെ പറ്റി പറയൂ.